ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, അത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ? ഒട്ടും ഭയപ്പെടാതെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പെയ്ഡ് ആയിട്ടും അല്ലാതെയും ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, ഇന്ന് നമ്മൾ ബി എന്ന് പറയുന്ന വേർബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന വേർബിന്റെ കറക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ആവുക. ആവുക എന്നാണ് ബി എന്ന് പറയുന്ന വേർബിന്റെ ട്രാൻസ്ലേഷൻ. ടു ബി എന്ന് പറയുന്ന വേർബിന് അത് പഠിക്കാൻ തുടങ്ങി അത് ഒരുപാടുണ്ട്. അതിൽ പ്രസന്റ് ടെൻസിൽ നമ്മൾ ബി ഉപയോഗിക്കും, പാസ്റ്റ് ടെൻസിൽ ഒക്കെ നമ്മൾ ബി ഉപയോഗിക്കും. ടു ബി എന്ന് പറയുന്ന വേർബിന് മറ്റ് 8 വേർബ്സ് അതിന്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട്. അതായത് ആം, ആർ, ഈസ്, വാസ്, വെയർ, ഹാസ് ബീൻ, ബീയിങ്, ഇതൊക്കെയാണ് ടു ബി എന്ന് പറയുന്നതിന്റെ മറ്റുള്ള വേർബ്സ്. ഇപ്പൊ നമുക്ക് ബി സിമ്പിൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ബി എന്ന് പറയുന്ന വേർബ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എ ഗുഡ് പേഴ്സൺ. ബി എ ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല മനുഷ്യനാവുക. ഈ ഒരു ഫ്രേസ് വെച്ചിട്ട് മോഡൽ വേർബ്സും യൂസ് ചെയ്തിട്ട് ഫ്യൂ സെന്റൻസസ്, അതിന്റെ എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ, വുഡ്. വുഡ് എന്ന് പറയുന്നത് ഒരു മോഡൽ വേർബാണെന്ന് അറിയാലോ. ഐ വുഡ് ലൈക്ക് ടു ബി എ ഗുഡ് പേഴ്സൺ. ഐ വുഡ് ലൈക്ക് ടു ബി എ ഗുഡ് പേഴ്സൺ. ഒരു നല്ല വ്യക്തിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പേഴ്സൺ എന്ന് പറയുമ്പോൾ വ്യക്തി, മനുഷ്യൻ ഒക്കെയുള്ള അർത്ഥമാണ് അല്ലേ? ഐ വുഡ് ലൈക്ക് ടു ബി എ ഗുഡ് പേഴ്സൺ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ മേ ലൈക്ക് ടു ബി എ ഗുഡ് പേഴ്സൺ. ഐ മേ എന്ന് പറയുമ്പോൾ ആയേക്കാം. ഓക്കെ, ഒരു നല്ല വ്യക്തിയാകാൻ ഞാൻ ഇഷ്ടപ്പെട്ടേക്കാം. ഒരു നല്ല വ്യക്തിയാകാൻ ഞാൻ ഇഷ്ടപ്പെട്ടേക്കാം. ഐ ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ. ഐ ക്യാൻ ബി എ ഗുഡ് പേഴ്സൺ. എനിക്കൊരു നല്ല മനുഷ്യരാകാൻ കഴിയും. ഐ ക്യാൻ ബി, ഓക്കെ, കഴിയും. ഐ കുഡ് ബി എ ഗുഡ് പേഴ്സൺ. ഐ കുഡ് ബി എ ഗുഡ് പേഴ്സൺ. എനിക്ക് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയുമായിരുന്നു. ഗുഡ് ഉപയോഗിച്ചതുകൊണ്ട് കഴിയുമായിരുന്നു. ഗുഡ് പേഴ്സൺ. ഐ ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ഐ ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ഞാൻ ഒരു നല്ല മനുഷ്യനാകണം. ഞാനൊരു നല്ല മനുഷ്യനാകണം. നെക്സ്റ്റ് വൺ, ഐ മസ്റ്റ് ബി എ ഗുഡ് പേഴ്സൺ. ഐ മസ്റ്റ് ബി എ ഗുഡ് പേഴ്സൺ. ഞാൻ ഒരു നല്ല മനുഷ്യനാകണം. ഞാനൊരു നല്ല മനുഷ്യനാകണം. ഷുഡും കുഡ് മസ്റ്റും എല്ലാം സെയിം മീനിങ് ആണ്. ഷുഡ് നിർബന്ധമായിട്ടും വേണം, മസ്റ്റും അതേ മീനിങ് ആണ്. ആവണം, നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഞാനൊരു നല്ല മനുഷ്യനാകണം എന്ന് എങ്ങനെയാ പറയാ? ഐ മസ്റ്റ് ബി എ ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഐ ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ലാസ്റ്റ് എക്സാമ്പിൾ, ഐ വിൽ ബി എ ഗുഡ് പേഴ്സൺ. വിൽ എന്ന് പറയുന്നത് ഭാവിയിൽ പറയുന്നതാണ്. അതായത് ഐ വിൽ ബി എ ഗുഡ് പേഴ്സൺ. ഞാനൊരു നല്ല വ്യക്തിയാകും, അല്ലെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനാകും. ഐ വിൽ ബി എ ഗുഡ് പേഴ്സൺ. ഈ കുറച്ച് സെന്റൻസസ്, യൂഷ്വൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, എനിക്ക് കാർ ഓടിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കാർ ഓടിക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ വിഷ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഐ വാണ്ട് ടു ഡ്രൈവ്. ഐ വാണ്ട് ടു എന്നും പറയാം, അല്ലെങ്കിൽ കൂടുതൽ അതിന് ആപ്റ്റ് ആവുന്ന വാക്കാണ് വിഷ്. ഐ വിഷ് ടു ഡ്രൈവ്. ഐ വിഷ് ടു ഡ്രൈവ്. സെക്കൻഡ് വൺ, അവന് കാർ ഓടിക്കാൻ ആഗ്രഹമുണ്ടോ? അവന് കാർ ഓടിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഡസ് ഹി വിഷ് ടു ഡ്രൈവ്? ഡസ് ഹി വിഷ് ടു ഡ്രൈവ്? തേർഡ് വൺ, അവന് കാർ ഓടിക്കാൻ ആഗ്രഹമില്ല. അവന് കാർ ഓടിക്കാൻ ആഗ്രഹമില്ല. ഹി ഡസന്റ് വാണ്ട് ടു ഡ്രൈവ്. ഹി ഡസന്റ് വാണ്ട് ടു, അല്ലെങ്കിൽ ഹി ഡസന്റ് വിഷ് ടു ഡ്രൈവ്. അങ്ങനെയും പറയാം. ഞാൻ ഫുട്ബോൾ കളിച്ചേക്കാം. ഞാൻ ഫുട്ബോൾ കളിച്ചേക്കാം. ഐ മൈറ്റ് പ്ലേ ഫുട്ബോൾ. ഐ മൈറ്റ് പ്ലേ ഫുട്ബോൾ, അതും കറക്റ്റ് ആണ്. ഐ മേ പ്ലേ ഫുട്ബോൾ, ഇത് രണ്ടും അവിടെ കറക്റ്റ് ആണ്. ഐ മൈറ്റ് പ്ലേ ഫുട്ബോൾ ഓർ ഐ മേ പ്ലേ ഫുട്ബോൾ. അവർക്ക് വായിക്കാൻ കഴിയില്ല. അവർക്ക് വായിക്കാൻ കഴിയില്ല. ദേ കാൺട്ട് റീഡ്. ദേ കാൺട്ട് റീഡ്. നിനക്ക് വായിക്കാൻ കഴിയുമോ? നിനക്ക് വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റീഡ്? ക്യാൻ യു റീഡ്? അവന് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നു. അവന് പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നു. ഹി കുഡ് സിംഗ്. ഹി കുഡ് സിംഗ്. നെക്സ്റ്റ് വൺ, അവന് ഇംഗ്ലീഷ് സംസാരിക്കണം. അവന് ഇംഗ്ലീഷ് സംസാരിക്കണം. ഹി മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. ഹി മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. നെക്സ്റ്റ് എക്സാമ്പിൾ, അവള് ഇംഗ്ലീഷ് സംസാരിക്കണോ? അവള് ഇംഗ്ലീഷ് സംസാരിക്കണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? ഡസ് ഷീ സ്പീക്ക്
ഇംഗ്ലീഷ് അവൾ നിർബന്ധമായും നൃത്തം ചെയ്യണം. ഷി മസ്റ്റ് ഡാൻസ്. അവൻ നാളെ നീന്തും. ഹി വിൽ സ്വിം ടുമോറോ. നീ നാളെ നീന്തുമോ? വിൽ യു സ്വിം ടുമോറോ? അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ക്ലാസ് എടുത്ത് തരുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.